ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. നിങ്ങൾ കണ്ടു കാണുമല്ലോ, പുതിയ സ്കൂട്ടർ, പുതിയ ഒരു അതിഥി നമ്മുടെ വീട്ടിൽ എത്തിയിരിക്കുന്നു. അതിഥി എന്ന് പറയാനത് അംഗം, അങ്ങനെയല്ലേ പറയുന്നത് സാറിന് എല്ലാവരും അല്ലേ? പുതിയൊരു അംഗം. കാരണം ഞങ്ങളുടെ കയ്യിൽ പഴയ ഒരു മുംബൈ രജിസ്ട്രേഷൻ സ്കൂട്ടർ ഉണ്ടായിരുന്നു. അത് പിന്നെ ഒരു കാലത്ത് ഞങ്ങളെയും കൊണ്ട് പല സ്ഥലത്തും പല വീഡിയോകളും എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾ കണ്ടു കാണും. അത് അതിൽ സഞ്ചരിക്കുകയും ഞങ്ങൾ ധാരാളം കാര്യങ്ങളൊക്കെ അതിൽ പോയി സാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തിരിച്ചത് നാട്ടിൽ കൊണ്ടുവന്നപ്പോഴും അത് ഉപേക്ഷിക്കാൻ വയ്യാത്ത ഒരു മനസ്സില്ലാത്തതുകൊണ്ട് അത് തിരിച്ചുകൂടെ കൊണ്ടുവന്നതാണ്. പക്ഷെ അതിൻ്റെ ട്രാൻസ്ഫർ ഓണർഷിപ്പ് ഞാൻ മാറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നമുക്കൊരു ദുരനുഭവം ഉണ്ടായത്. അനുഭവം എന്ന് പറഞ്ഞാൽ സ്കൂട്ടറിന്റെ കാരണം കൊണ്ടല്ല, ഞാൻ ഒരിക്കലും സ്കൂട്ടറിനെ കുറ്റം പറയത്തില്ല. കാരണം നമ്മളെ ഇത്രയും കാലം കൊണ്ടുനടന്ന സ്കൂട്ടർ ഒരിക്കലും ചതിക്കില്ല, എനിക്കെന്ന് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്. അത് തന്നെ സംഭവിച്ചു. കാരണം ചതിവ് പറ്റിയിട്ടില്ല. കാരണം ആ സ്കൂട്ടറിൽ നിന്ന് ആക്സിഡന്റ് പറ്റി. അതായത് ഞങ്ങളിവിടെ വന്ന പുതിയ വീട്ടിൽ താമസം മാറി അല്ലെ, ഒരു ഒരു മാസം 2 മാസം കഴിഞ്ഞപ്പോഴാണ്. അപ്പം പലരും പല രീതിയിലും പറയും ചിലപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഒരു ദോഷമാണെന്നൊക്കെ. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഗുണപാഠമോ എന്തെങ്കിലും അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അതനുസരിച്ച് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സ്കൂട്ടർ ആണെങ്കിലും കൊള്ളാം, എന്ത് വാഹനങ്ങളാണെങ്കിലും അല്ലേ, അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് എപ്പോഴും വേണം. കാരണം സ്കൂട്ടറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് യാദൃശ്ചികമായിട്ട് ഒരു അപകടം സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീടിനടുത്ത് റാന്നി എന്ന് പറയുന്ന അത്തിക്കയം റൂട്ടുണ്ട്. അത് ശബരിമലയൊക്കെ പോകുന്ന റൂട്ടാണ്. വളരെ വളഞ്ഞു പൊളഞ്ഞ് നല്ല സ്മൂത്ത്, റോഡിനെ ഒന്നും കുറ്റം പറയുന്നില്ല. പക്ഷെ റോഡിൽ ഒരു കാര്യത്തിന് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് അന്ന് ഉണ്ടായ ഒരു അപകടം, ഒരു അത്യാഹിതം എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊന്നും സംഭവിച്ചില്ല. ദൈവാനുഗ്രഹത്താൽ എൻ്റെ കുടുംബത്തോടൊപ്പം എനിക്ക് വീണ്ടും കഴിവാൻ ഒരു റീബർത്ത് അനുവദിച്ചു തന്നു ദൈവം, ഒരു പുനർജന്മം എന്ന് നമ്മൾ വിശ്വസിക്കുക. കാരണം പുനർജന്മം എന്ന് പറയുന്നത് വീണ്ടും മരിച്ചു കഴിഞ്ഞ് വരുന്നതായിട്ടും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകുന്ന അനുഭവത്തിൽ കൂടി തെളിയിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ടും ജീവിതത്തിൽ പല അനുഭവങ്ങൾ കൊണ്ടും. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, ഒരാൾ നേരത്തെ ഒരു പുനർജന്മം കഴിഞ്ഞതല്ലേ, അതായത് നേരത്തെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, എങ്കിലും പറയുന്ന കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 11 വർഷം മുമ്പ്. അന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പം അത് ഒരു കിഡ്നി ഡാമേജ് ആയി, പൂർണ്ണമായിട്ടും 2 കിഡ്നി ഡാമേജ് ആകുന്ന ഒരു അവസ്ഥയിൽ മറ്റ് ഒരു ആരെയും പ്രതീക്ഷിക്കാതെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പം കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ ഒക്കെ ഞാൻ തന്നെ എൻ്റെ ഒരിക്കലും ആരും ആവശ്യപ്പെട്ടില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞ് ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ സെയിം ആയിരുന്നുകൊണ്ട് നമ്മുടെ ക്രോസ് മാച്ചിങ് ഒക്കെ കറക്റ്റായി എന്നുള്ള സംഭവങ്ങളൊക്കെ വളരെ വളരെ വലിയ വലിയ സംഭവങ്ങളാണ്. അന്ന് മകള് പൂജ ഇന്നിപ്പം വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ കൂടെ അവള് ഇപ്പം ഒരു 2 മാസം കഷ്ടിച്ചാകുന്നുള്ളൂ. അവര് ഇപ്പോൾ ഒന്ന് ട്രിപ്പൊക്കെ പോയിരിക്കുകയാണ്. കൊൽക്കത്തയിലാണ് അവളെ അയച്ചത്. അപ്പം ഞങ്ങൾ അവളില്ലാതെ ഇങ്ങനെ കഴിയുമ്പോഴും ഞങ്ങളുടെ വീട്ടിൽ മറ്റൊരു അംഗമായിട്ട് തന്നെ നമ്മൾ കൂട്ടത്തിൽ കാണുന്ന ആണല്ലോ നമ്മുടെ വാഹനങ്ങളൊക്കെ. ഒരു സ്കൂട്ടർ ഇല്ലായിരുന്നു. കാരണം അന്ന് ഒരിക്കൽ മുംബൈയിൽ വെച്ച് നമ്മൾ സ്കൂട്ടർ വാങ്ങിച്ചത് തന്നെ പൂജ ഡിഗ്രിക്ക് പോകാനായിട്ട് കോളേജിൽ പോകാനുള്ള ഒരു സൗകര്യം പ്രമാണിച്ചാണ് അല്ലേ. അന്ന് വാങ്ങിച്ചു കൊടുത്തതാണ്. അവളുടെ ഒരു ബർത്ത്ഡേക്ക് ഒരു സമ്മാനമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വാങ്ങിച്ചു കൊടുത്ത സ്കൂട്ടർ. അത് നഷ്ടപ്പെട്ടു പോയി, അത് പൂർണ്ണമായിട്ട് നശിച്ചു പോയി. പക്ഷെ ഞാൻ എൻ്റെ കാലിൻ്റെ തുടയിൽ, ഇടത് ഭാഗത്തെ തുടയിലൊടിഞ്ഞ്
ഒരു 2 മാസം സോറി ഒരു മാസത്തോളം ചികിത്സയിലായിരുന്നു. ഇപ്പൊ ഏകദേശം 6 മാസവും കഴിഞ്ഞ് 1 വർഷം ആകാറാകുന്നു. ഫെബ്രുവരി 2-നായിരുന്നു കഴിഞ്ഞ വർഷം, ഈ വർഷം 2025 ഫെബ്രുവരി 2026 2 വർഷമാണ്. അപ്പം ഒരു അംഗത്തെ ആ പഴയ ഓർമ്മയ്ക്ക് ആ സ്കൂട്ടറിന്റെ എന്ന് പറയാനൊക്കത്തില്ല. കാരണം പഴയ സ്കൂട്ടർ പോയി. അതൊന്നിനും കൊള്ളത്തില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. കാരണം എന്നെ രക്ഷിച്ചു. പക്ഷെ എന്റെ സ്കൂട്ടർ അതിന് വേണ്ടി ആം, എന്താ പറയുന്നത്, എനിക്ക് വിഷമമുണ്ട് സത്യത്തിൽ. അത് ഇല്ലാതായി. സ്കൂട്ടർ അതുപോലെ അത് കണ്ടു കഴിഞ്ഞാൽ അതെനിക്ക് കാണിക്കാൻ ഇഷ്ടമില്ല. അത് ഞാൻ ആക്രിക്കാർക്ക് വിളിച്ച് കൊടുക്കുകയായിരുന്നു. പക്ഷെ അതിന്റെ ഇതൊക്കെ നമ്പർ പ്ലേറ്റും നമ്പറും ഒക്കെ അടർത്തിയെടുത്തിട്ട് അത് സറണ്ടർ ചെയ്യാനുള്ള പരിപാടിയാണ്. അതൊരു പഴയ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഹീറോയുടെ ഹീറോ പ്രഷർ എന്ന് പറയുന്ന നല്ല വലിയൊരു സ്കൂട്ടറായിരുന്നു. ആൾക്ക് വേണ്ടി വാങ്ങിച്ചതായിരുന്നു. പക്ഷെ അത് അവള് റൈഡിങ് അത് പഠിച്ചു എന്നുള്ളത്, ലൈസൻസ് ഒക്കെ എടുത്തു. പക്ഷെ അവൾ അധികം അങ്ങനെ ഓടിക്കാറില്ലായിരുന്നു. എന്നാൽ ഞങ്ങളായിരുന്നു കൂടുതൽ ഉപയോഗിച്ചത്. അപ്പം എത്രയോ സ്ഥലങ്ങളിലൂടെ മുംബൈയിലൂടെയും അതുപോലെ തിരിച്ചിവിടെ വന്നാൽ പോയിരുന്ന ആ സ്കൂട്ടർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ടൊരു സ്കൂട്ടറാണ് ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. ഈ സ്കൂട്ടറിന് എനിക്കൊരു മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിന് ബജാജ് ചേതക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഡ്രൈവിംഗ് അതായത് റൈഡിംഗ് സ്കൂട്ടർ ഞാൻ പഠിക്കുന്നത്. അത് എൻ്റെ ഒരു അമ്മാവൻ ഗൾഫിലായിരുന്ന സമയത്ത്, ഇപ്പോഴല്ല, എൻ്റെ ഒരു 21 വയസ്സിലെന്ന് വേണേൽ പറയാം. കാരണം ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു ആദ്യമായിട്ട്. അന്നൊന്നും സ്കൂട്ടറൊന്നും ആരും ഓടിക്കത്ത് പോലും ഇല്ല. ആ സമയമാണ് ഞങ്ങളുടെയൊക്കെ സമയം. എനിക്കിപ്പോൾ 63 വയസ്സായി. അപ്പം ഓർത്തോണം, ആ കാലത്തൊക്കെ അമ്മാവൻ അന്ന് സ്കൂട്ടർ അവിടെ അമ്മാവന്റെ വീട്ടിൽ പോയി മാവേലിക്കര പോയി ഗൾഫിൽ നിന്ന് എക്സ്പോർട്ട് ക്വാളിറ്റി വണ്ടി എക്സ്പോർട്ട് ബുക്കിംഗ് ചെയ്ത് കൊണ്ടുവന്ന വണ്ടി, ഞാൻ പുതിയ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ആ അമ്മാവൻ ഒരു അക്ഷരം എന്നോട് നോ പറഞ്ഞില്ല. ഞാൻ അതിലാണ് പഠിച്ചത്. അതിൽ ഓർക്കണം, ഒരു 26 കിലോമീറ്റർ ദൂരം അമ്മാവന്റെ അനിയനെയും കൊണ്ടുപോയി ഞങ്ങൾ രണ്ടുപേരും കൂടെ. അവന് പേടിയാ, അവന് അതുവരെ സ്കൂട്ടർ പഠിച്ചിട്ട് പോലും ഇല്ല, അമ്മാവന്റെ അനിയൻ. ആ സമയത്താണ് ഞാനിത് എടുത്തുകൊണ്ട് പോയി അവനെ കൂടെ പുറകിൽ നിന്ന് സപ്പോർട്ട് കൊണ്ടുപോയി ആ സ്കൂട്ടർ പഠിച്ചത്. അതൊരു ബജാജ് ചേതക്കായിരുന്നു ബ്രാൻഡ്. അതേ ബജാജ് ചേതക്കിന് ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ രൂപത്തിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പെട്രോൾ ലാഭമുണ്ട്. ഞങ്ങൾ ഇനിയും അതിലായിട്ട് നമ്മുടെ മറ്റുള്ള സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ജീവിതം മുന്നോട്ട് പോകട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വാഹനം ഇല്ലാതെ പറ്റില്ലല്ലോ എന്തായാലും. കാറ് ഒക്കെ എല്ലാവർക്കും, മറ്റു കാര്യങ്ങൾ അത് എല്ലാവർക്കും വളരെ ഫാമിലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വാഹനമാണ്. പക്ഷെ ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഈ സ്കൂട്ടർ എന്ന് പറയുന്ന വാഹനം രണ്ടുപേരും സ്വകാര്യമായിട്ട് പോകാൻ ഏറ്റവും അനുയോജ്യമായ വണ്ടിയായിട്ട് ഞങ്ങൾ കരുതുന്നു. ഇപ്പോഴും ആ സ്കൂട്ടറിനെ സ്നേഹിക്കാൻ പോകുന്നു. എന്തായാലും അതൊരു മെമ്പറായിട്ട് വീട്ടിൽ വന്നിരിക്കുന്നു. പിന്നെ ആ സ്കൂട്ടറിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്രോൾ അടിക്കണ്ട. അപ്പോൾ EV ചാർജ് ചെയ്താൽ, EV ആണ്, ചാർജ് ചെയ്താൽ ഏകദേശം ഒരു 70 മിനിറ്റ് വേണ്ട എന്നാണ് പറയുന്നത്. 50 മിനിറ്റ് ആണെന്ന് തോന്നുന്നു. 50 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആയാൽ 70 മിനിറ്റ്, 1 മണിക്കൂർ എന്ന് കൂട്ടിക്കും. ഫുൾ ചാർജ് ആവുന്നവർ വീട്ടിൽ ഇരുന്ന് നമുക്ക് ചാർജ് ചെയ്യാം, പോവാം. ഏകദേശം 140 കിലോമീറ്ററോളം അത് ഓടിത്തരും ആ വണ്ടി, ആ ഒരു ഫുൾ ചാർജിൽ. പിന്നെ ചാർജ് ചെയ്യണ ചാർജിങ് സ്റ്റേഷനിൽ ദൂരെയൊക്കെ പോകാണെങ്കിൽ, നമ്മൾ അത്രയും ദൂരെയൊന്നും പോകാൻ ഉദ്ദേശമില്ല. എന്തായാലും നമുക്ക് അടുത്തുള്ള ഞങ്ങൾ കൊണ്ടുവരും. എന്തായാലും നന്ദി. ഞങ്ങളെ വീണ്ടും കാണാം.